ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ നയനയോടും നവ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവൾ ഇന്ന് ചെയ്തത് ശരിയായില്ല മക്കളെ. നിങ്ങൾ വന്നപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് പോയല്ലോ. അത് കേട്ട സാരല്ലമ്മേ, അവൾക്ക് എപ്പോഴും അവരല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി, ഇനി അവൾക്ക് കൂട്ട് അവരൊക്കെയാ. അങ്ങനെയുള്ളപ്പോൾ അവരോട് യാത്ര പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവൾ പോയത്. എന്തായാലും അവൾ പോയിട്ട് വരട്ടെ, നമുക്കൊരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, എന്തിനാ സങ്കടപ്പെടുന്നേ എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ. ഭക്ഷണം കഴിച്ചത് പോലും ആകെ ടെൻഷൻ അടിച്ചിട്ടാ. നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഭക്ഷണം കഴിച്ചതെന്ന് വരെ എനിക്ക് മനസ്സിലായി എന്നും ഗോവിന്ദൻ പറയുക. അത് കേട്ടതും നമ്മുടെ നയനയും പിന്നെ നവ്യയും മുഖത്തോട് മുഖം നോക്കുക പരസ്പരം. ഈശ്വര, ഇവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ. എന്തായാലും അവൾ വരുമ്പോൾ വരട്ടെ, നിങ്ങൾ വാ, നമുക്കേ അവൾ വരുമ്പോൾ സന്തോഷമായിട്ട് അടിച്ചു വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് വരിക. ആദർശ് വന്നതും ഈശ്വര, ആദർശേട്ടൻ ഇനി അമ്മയോടും അച്ഛനോടും കാര്യം പറയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നവ്യ നയന ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ആദർശ് അടുത്തേക്ക് വന്നതും നമ്മുടെ നയന, ആദർശേട്ടാ, നന്ദു കൂട്ടുകാരന്മാരെ കാണാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ല. എന്തായാലും നമുക്കൊന്ന് നന്ദുവിനെ നോക്കിയിട്ട് വരാമല്ലോ. അതിൻ്റെ കാര്യമൊന്നുമില്ല, കൂട്ടുകാരന്മാരുടെ അടുത്ത് പോയെന്തല്ലേ, അവൾ വന്നോളൂ മക്കളെ, നിങ്ങളെന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നേ? സാരമില്ല അച്ഛാ, എന്നാലും ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. ആദർശ് മോന് നയന മോളെയും കൂട്ടി പുറത്തു പോകണമെന്നുണ്ടോ? എന്നാൽ സാരമില്ല, പോയിട്ട് വാ എന്നും നമ്മുടെ ഗോവിന്ദും കരകയും കൂടെ പറയുക. അത് കേട്ടതും എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാച്ചാ. എന്നാൽ പോയിട്ട് വരാം അമ്മേ. പോയിട്ട് വാ മക്കളെ. വരുമ്പോൾ നന്ദുവിനെ കാണുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടു വാട്ടോ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക. ഈ സമയം നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അമ്മേ വാ, നമുക്കകത്തു ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും കൂട്ടി അങ്ങോട്ട് പോവുക. നവ്യ കനകയും കൂട്ടി അകത്തോട്ട് പോവുക. ഈ സമയം ഗോവിന്ദനാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ഈശ്വര, മോക്കൊരാപത്ത് സംഭവിക്കരുതേ, നാളെ ക്യാമ്പിന് പോകാനുള്ളവളാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം പിന്നീട് SIയെ കാണിക്കുന്നത്. SIയുടെ അടുത്തേക്ക് നമ്മുടെ ആദർശും നയന എത്തുകയാണ്. അവരെത്തിയതും വാ ഇരിക്കി. എന്താ സാർ, നന്ദു ചെയ്ത തെറ്റ്? അവൾ ചെയ്തതിൽ ഒരു തെറ്റും ഞങ്ങൾ ആരും കാണുന്നില്ല. പബ്ലിക്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ പോലും പറയും നന്ദു ചെയ്തതൊരു നല്ല കാര്യമാണ്. എന്നിട്ടും സാറെന്തിനാ അവളെ പിടിച്ച് അകത്ത് വെച്ചിരിക്കുന്നേ? അത് കേട്ടതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഞങ്ങളുടെ മുൻപിൽ തെറ്റുകാരിയാണ്. പരാതി തന്നവനും സാക്ഷി പറഞ്ഞവളും ഒക്കെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ട് പോലീസുകാർക്ക് എന്താ, കോടതിക്ക് എന്താ, സാക്ഷിയും പരാതിക്കാരനുമാണ് മെയിൻ. പരാതിക്കാരനും സാക്ഷിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല സാർ. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒരുപാട് പിടിപ്പുള്ളതല്ലേ, നിങ്ങൾ അന്വേഷിക്കേ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മാരാറ് വക്കീലാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. സാർ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അത് കേട്ടതും അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുതിയതും അല്ല. ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്ന് കരുതി കള്ളത്തരം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സാറിനെന്താ ഞങ്ങളോട് ഇത്ര ദേഷ്യം? എരുമേലിൽ വെച്ച് നമ്മൾ കണ്ടിട്ട് അധികം താളായല്ലോ സാറേ. അത് കേട്ടതും എരുമേലയിൽ വെച്ച് കണ്ട കാര്യം കൊണ്ടൊന്നും അല്ല ഞാൻ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തത്. സാക്ഷിയും പരാതിക്കാരനും സ്ട്രോങ് ആയതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. വേണമെങ്കിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ അയച്ചു വിട്ടാനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ എന്തായാലും FIR എഴുതിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും ജാമ്യം കിട്ടിയാലേ മാരാർ വക്കീലല്ലേ കേസ് ഏറ്റെടുക്കുന്നേ, ലോകം എടുക്കുന്നല്ലേ അയാൾ. അങ്ങനെയുള്ളപ്പോൾ ഈ കേസ് ജയിക്കുമെന്ന് തന്നെ പറയാം. പിന്നെ മാരാർ വക്കീൽ ഏറ്റെടുത്ത കേസുകളൊന്നും തോറ്റിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ കേസ് തോക്കാൻ സാധ്യതയുണ്ട്. SI ആകാൻ പോകുന്ന കുട്ടിയല്ലേ, അവൾക്ക് ഇനിയിപ്പോൾ SI ആകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് സാർ, അവളുടെ ഒരുപാട് നാളത്തെ സ്വപ്നം അത്. കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം ഓരോരോ ദുഷ്ടന്മാർ അവരെ കൊടുക്കാൻ നോക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന നിയമമാണോ നിങ്ങളുടെ നിയമം? ഒരിക്കലും അല്ല സാർ. ഒരാൾ പറയുന്നത്, ഒരാൾ വിളിച്ചു പറയുന്നതൊക്കെ കേട്ട് മൊഴിയെടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് റൂൾസ് ഉള്ളൂ. ഇന്നൊരു കുറ്റവാളി കുറ്റം ചെയ്താൽ പോലും ഞങ്ങൾക്ക് വെടിവെക്കാനുള്ള ഇതില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? കുറ്റം കണ്ടു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പരാതി തന്നിട്ട് ഞങ്ങളത് എടുത്തില്ലെങ്കിൽ ഞങ്ങളെക്കാളും മുകളിലുള്ളവരുടെ കയ്യിൽ ആ പരാതി പോകും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അത്രയേ ഉള്ളൂ. പോലീസുകാരെന്ന് വെച്ചാൽ പോലീസുകാർക്ക് എന്തും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പോലീസുകാരല്ലേ സാർ, സാധാരണ പോലീസുകാർ, അല്ലാതെ മന്ത്രിമാരൊന്നും അല്ലല്ലോ എന്നൊക്കെ SI പറയുക. അത് കേട്ടതും സാറേ, എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സാറിന് ഞങ്ങളുടെ കുടുംബത്തോട് ഭയങ്കര ദേഷ്യമുണ്ടെന്നറിയാം. ആ ദേഷ്യം സാറിപ്പോൾ മുതലെടുക്കുകയാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഒരിക്കലുമില്ല. ഞങ്ങൾക്കതിൻ്റെ
ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ വെച്ച് ജാമ്യം കിട്ടിയ വീട്ടിൽ കൊണ്ടുപോകാലോ കുട്ടിക്ക്. ഇനിയിപ്പോൾ SI ആകാൻ പറ്റുമെന്നുള്ള സ്വപ്നമൊക്കെ പോകും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ SI ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്കൊന്ന് നന്ദുവിനെ കാണാൻ പറ്റുമോ? പോയി കണ്ടോ എന്നും പറയാം. അങ്ങനെ ആദർശം എല്ലാവരും നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ 7-ാം മാസമായി കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് വരുമല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയും വരികയാണ്. അവരൊന്നും അവരെത്തി, നന്ദൂട്ടനുണ്ടാവും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദുമില്ല. അപ്പോൾ കനക എവിടെ, നന്ദൂട്ടനെവിടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും അത് പിന്നെ നന്ദുവിനെ ഞങ്ങൾ കണ്ടു അമ്മേ. കണ്ടോ? എന്നിട്ട് എന്താ മോള് കൂടെ വരാഞ്ഞേ? അച്ഛനും അമ്മയ്ക്കും പറയുന്നോണ്ടൊന്നും തോന്നരുത്. വിഷമിക്കാനും പാടില്ല. നന്ദു ഇപ്പോൾ ലോക്കപ്പിലാണ് ഉള്ളത്. ലോക്കപ്പിലോ? എന്താ മോളെ പ്രശ്നം എന്നും കനകയും ഗോവിന്ദനും ഒരേ സ്വരത്തിൽ ചോദിക്കുക. അത് പിന്നെ വഴി കൂടി പോയൊരു പെൺകുട്ടിയെ ഒരുത്തൻ ആക്രമിച്ചു. അവനോട് ചോദ്യം ചോദിച്ചു, അവനെ തല്ലി. അതാണ് അവൾ ചെയ്ത കുറ്റം. അത് കുറ്റമല്ലല്ലോ മോളെ, അതൊന്നൊരു നല്ല കാര്യമല്ലേ? അതെ, അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയാണ്. എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഒരു മാറ്റവും ഇല്ല. ദുഷ്ടന്മാരെയും കൊലയാളികളെയും കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുന്നവരെയും വെറുതെ വിടും, എന്നാൽ തെറ്റ് ചെയ്യാതെ നല്ലവരായിട്ട് നടക്കുന്നവരെ അറസ്റ്റും ചെയ്യും. അങ്ങനെയല്ലേ നമ്മുടെ നാടിൻ്റെ പോക്ക്. അതാണ് ദുരന്തങ്ങളും ഈ നാട്ടിലിപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാനമ്മേ, നന്ദൂട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കേസ് കൊടുത്താൻ അറിയില്ലല്ലോ. അവസാനം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത എൻ്റെ നന്ദൂട്ടനെ അവൾ കൂടെ നിന്ന് ഒറ്റി. അവൻ കേസ് കൊടുത്തപ്പോൾ അവളും അവനോടൊപ്പം നിന്നു. അതുകൊണ്ടമ്മ ഇത്രയും പ്രശ്നമായത്. സാക്ഷിമൊഴി സ്ട്രോങ് ആയതുകൊണ്ട് പോലീസുകാർ ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത്. നാളെ ഇനി നന്ദുവിൻ്റെ പോക്ക് മുടങ്ങുന്ന തോന്നുന്ന അമ്മ. അത് കേട്ടതും ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഭഗവാനെ. എൻ്റെ മോളെ ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ചതാണ്. അവൾ SI ആകണമെന്നുള്ള അവളുടെ ആഗ്രഹമായിരുന്നു നാളെ സാധിക്കാനിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും, ആ അനാമികയും അവളുടെ അച്ഛനും എന്നൊക്കെ നവ്യയും എടുത്തു പറയണം. അത് കേട്ടതും അത് ശരിയാ. അല്ല, അവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എനിക്കറിയില്ലമ്മേ, അവളൊരു ഭയങ്കര വില്ലത്തിയാണ്. അവളെപ്പോലെ ഒരുത്തി ഞങ്ങളുടെ അനന്തപുരിയിലേക്ക് കയറി വന്നതാ. ഞങ്ങളുടെ അനന്തപുരിയുടെ നാശം. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാമേ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് ഒരു കാര്യം അമ്മയോടും അച്ഛനോടും പറയാനുണ്ട്. നന്ദുവിനെയും ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയിരിക്കും. ഇത് ഞാൻ അമ്മക്ക് തരുന്ന വാക്കാ. പിന്നെ SIക്ക് ഞങ്ങളോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. പണ്ട് ശബരിമലയ്ക്ക് പോയ സമയത്തെ എരുമേലിൽ വെച്ച് അബിയെ പിടിച്ചുകൊണ്ട് പോയ SI ഇപ്പം ഇവിടെ സ്ഥലം മാറി വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അയാളെ അബിയിട്ട് തല്ലുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വെല്ലുവിളിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. വേണ്ട മോനെ, പോലീസുകാരോട് വെല്ലുവിളിയൊന്നും വേണ്ട. അവരൊന്നും ശരിയല്ല. അവസരം ഒത്തു കിട്ടിയാൽ അവർ ചിലപ്പോൾ എന്തും ചെയ്യും. അതെ, ഇങ്ങനെയാണ് എൻ്റെ നന്ദുമോളെ കുടുക്കിയതുപോലെ. എൻ്റെ ഈശ്വര, എങ്ങനെയെങ്കിലും എൻ്റെ നന്ദുവിനെ ഇറക്കണം. അവൾക്ക് നാളെ SI ക്യാമ്പിന് പോകാനുള്ളതാണ്. ഇതാകെ മൊത്തത്തിൽ പ്രശ്നമായല്ലോ. എൻ്റെ മോളെ ഇനി എങ്ങനെ ഞാൻ പുറത്തു കൊണ്ടുവരും? എങ്ങനെ അവളെ SI ആക്കും? യൂണിഫോം ഇട്ട് സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന എൻ്റെ മോളെ ഞാൻ എങ്ങനെ കാണും? അമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വാ അമ്മ വാ, അകത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കനകയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുക. എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. മുമ്പൊരിക്കലും ഇതുപോലെ നന്ദൂട്ടനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അന്ന് അവൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഇന്നൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോളെ എന്തിനാ മോനെ അവർ ശിക്ഷിക്കുന്നത്? ഇതിനും വേണ്ടും അവൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവൾ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തപ്പോൾ അവനോട് ചോദിച്ചു, പ്രതികാരം ചെയ്തു. അത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും അമ്മേ, അച്ഛാ ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ? ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് നോക്കി, പക്ഷേ ആ SI വഴങ്ങുന്നില്ല, കേൾക്കാൻ സമ്മതിക്കില്ല. ട്രാൻസ്ഫർ വരെ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അച്ഛാ. മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ നന്ദൂട്ടൻ പാവ. അവളത് ചെയ്തത് അവൾ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ഇല്ലെങ്കിൽ ആദർശമോനാണെങ്കിൽ പോലും അവൾ ചെയ്ത സ്ഥാനത്ത് നിന്നേ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പൈസയുള്ളവന്മാർ പൈസ കൊടുത്ത് ആ പോലീസുകാരെ വശത്താക്കി കോടതിയിലെ ജഡ്ജിനെ വശത്താക്കി എൻ്റെ മോളെ അകത്തിട്ടാലും ആദർശമോനെ, നിങ്ങളുടെയൊക്കെ ഒരു വാക്ക് മതിയല്ലോ പോലീസുകാർ കേൾക്കാൻ. ആദർശമോനും മൂർത്തി സാറൊക്കെ പറയുന്നത് പോലീസുകാർ കേൾക്കും. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ മോളെ ഒന്ന് ഇറക്കിക്കൂടെ എന്നും ഗോവിന്ദ് ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ആദർശിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ഈ അച്ഛൻ്റെ സങ്കടം ഞാൻ എങ്ങനെ കാണും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
വല്ലാത്ത കഷ്ടമാണ് നന്ദുവിൻ്റെ കാര്യം. ഇനിയിപ്പോൾ മാരാർ വക്കീൽ വിചാരിക്കണം നന്ദുവിനെ പുറത്തിറക്കണമെങ്കിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വിഷമിക്കേണ്ട, നന്ദു പുറത്തിറങ്ങിയാലും അവൾ നിരപരാധിയാണെന്ന് തെളിയിച്ച് അവളെ പോലീസ് ക്യാമ്പിൽ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഉപദേശിക്കേണ്ടതെല്ലാം കേട്ടതും ഗോവിന്ദ് കരഞ്ഞുകൊണ്ട് നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു. എന്നിട്ട് ആദർശ്, സാറേ എന്താടോ ഒരു സ്റ്റേഷനിൽ എത്ര ദിവസം സാറുണ്ടാവും? അത് കേട്ടതും ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ താൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് എനിക്ക് മനസ്സിലായി. എടോ, അധികം നാളൊരു സ്റ്റേഷനിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവിടേക്ക് പോകുന്നത്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരെ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് അറിയാം. ഒരു സത്യസന്ധനെ ഒരിക്കലും ഈ കേരളത്തിൽ നിലനിൽപ്പില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനാ? സാരമില്ല, എനിക്ക് എത്ര സസ്പെൻഷൻ കിട്ടിയാലും ഞാനത് സഹിച്ചോളാം. പക്ഷെ തെറ്റ് ചെയ്യുന്നവരെ കണ്ട ഞാൻ വെറുതെ വിടില്ല. അതുപോലൊരു കുട്ടിയാണ് സാർ നന്ദുവും. തെറ്റ് ചെയ്യുന്നവരെ അവളും വെറുതെ വിടില്ല. അതാണായാലും ശരി പെണ്ണായാലും ശരി, ഇവിടെയും തെറ്റ് തന്നെയാണ് അവൾ തിരുത്തിയത്. ഒരു പെൺകുട്ടിയെ റോഡരികിൽ ദ്രോഹിച്ചവനെ അവൾ തല്ലി. അത് ഇത്ര വലിയ തെറ്റാണോ സാർ? നാളെ സാറിൻ്റെ മകളുണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ സാറാണെങ്കിലും അവനെ തല്ലി തകർക്കുമല്ലോ ചെയ്യുക. ഇല്ലാതെ പോലീസാണ്, നിയമം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സാറ് അവരെ വെറുതെ വിടുമോ? ഇല്ലല്ലോ. എന്തായാലും സാറ് ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളുടെ നന്ദു നിരപരാധിയാണെന്ന് തെളിയിച്ച് അവളെ പോലീസാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എനിക്കാ സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. എന്നാൽ ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് SI അത് കേട്ടത് ആദർശൻ അതിനെ ദേഷ്യത്തോടെ അങ്ങ് പോവുക. ഈ സമയം നന്ദോടെ ഇരിക്കുകയാണ്. നന്ദോടെ ഇരുന്നതും നമ്മുടെ ആദർശ് നയനെ ഓടിച്ചെന്ന് നന്ദുവിനോട് സംസാരിക്കുക. മോളെ, ചേച്ചി അച്ഛനും അമ്മയും വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല മോളെ, അവരോട് എങ്ങനെ പറയും? നീ എന്താ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. എന്ത് പറയണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മോളെ. ആകെ മൊത്തം സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുക. സാരമില്ല ചേച്ചി, എന്തായാലും ഞാനൊരു നല്ല കാര്യമാണ് ചെയ്തത് എന്നാൽ അതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ചവരാ ആ രണ്ടെണ്ണം. അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഈ ചെയ്ത ചതിക്ക് ഞാൻ നല്ല തിരിച്ചടി കൊടുക്കും ചേച്ചി. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ജയിലിൽ പോവുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ പിന്നെ അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചേച്ചി. കാരണം എൻ്റെ സ്വപ്നം അവൾ തകർത്തത്, എൻ്റെ ജീവിതം അവൾ ഇല്ലാതാക്കിയത്, അതെനിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. മോളെ, നീ വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും മാരാർ വക്കീൽ നിന്നെ ഇവിടെ നിറക്കിക്കോളും. ധൈര്യമായിട്ടിരിക്കുക. ഇല്ല ആദർശേട്ടാ, ആ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഇത് കള്ളക്കേസാണ്. കള്ളക്കേസിൽ കുടുങ്ങിയവരുടെ ചരിത്രമേ ലോകത്ത് പാതിമുക്കാലും ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഞാനിതിനകത്ത് ജയിലിലേക്ക് പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഞാനിവിടെ കിടക്കുന്നുണ്ടെന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞേരെ. ഇല്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. നേരം വൈകെ എന്നെ കാണാതാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ കൂടും. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇവിടേക്ക് വരണ്ടാത് പ്രത്യേകം പറയണേ എന്നും പറയാണ്ട് നന്ദു, മോളെ നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ചേച്ചിക്ക് സഹിക്കുന്നില്ലല്ലോടി. നാളത്തെ ദിവസം ആഘോഷമാക്കാമെന്ന് കരുതി വന്നതാ. നിന്നോട് പറഞ്ഞിട്ടില്ലേ മോളെ, പുറത്ത് എന്തെങ്കിലും പ്രശ്നം കണ്ട ഇടപെടാൻ പോകരുതെന്ന്? എന്ത് ചെയ്യാൻ ചേച്ചി? നാളെ ഞാൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ പ്രശ്നം കണ്ട് ഒതുങ്ങിപ്പോയാൽ പിന്നെ എന്തിനാ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്? എന്തിനാ യൂണിഫോം ഇടുന്നത്? അതിനേക്കാളും നല്ലത് വല്ല ITIയിൽ പണിക്ക് പോയാൽ പോരെ? അതായിരിക്കില്ല നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ പോയാലും പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് വെറുതെ കുറേ എണ്ണന്മാരുണ്ടാവും നമ്മുടെ മെക്കിട്ടുകാരൻ. അതുകൊണ്ടൊക്കെ തന്നെ ചേച്ചി ഇവന്മാരെയൊക്കെ ഒതുക്കണമെന്ന് പറയുന്നത്. എനിക്കറിയാം എൻ്റെ മോളെ. ഞങ്ങൾ SIയോട് സംസാരിച്ചു. FIR എഴുതിയതുകൊണ്ട് മോളെ ഇവിടെ നിന്നും പുറത്തു വിടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാരാർ വക്കീൽ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. മാരാർ വക്കീൽ അദ്ദേഹം എന്നെ കണ്ടായിരുന്നു. എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹത്തെ എല്ലാണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ചേച്ചി. കാണുമ്പോൾ തന്നെ അറിയാം നല്ല മിടുക്കനായ വക്കീലാണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ചേച്ചി സമാധാനമായിട്ടിരിക്കുക. മോളെ, നിനക്ക് വിഷമമായോ? പിന്നെ വിഷമാവാതിരിക്കുക ആദർശേട്ടാ. അത്രയ്ക്ക് സങ്കടമുണ്ട്, അത്രയ്ക്ക് ദണ്ണമുണ്ട്. ഒരുപാട് സന്തോഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടം വരെ എത്തിയത്. പക്ഷേ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ എന്നെ ഈ അവസ്ഥയിലെത്തിച്ച് അനാമികയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ആദർശേട്ടാ. സാരല്ല മോളെ, നീ അതിൽ പുറത്തിറങ്ങ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശൻ നയനയും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയും നവിയാണ്. എന്നാലും നാളത്തെ ദിവസം ഒരാഘോഷമാകുമെങ്കിലും നല്ല സങ്കടമുണ്ട്. അതെന്താ അമ്മേ? കാരണം നന്ദൂട്ടൻ ഞങ്ങളുടെ ഇളയ മോളല്ലേടി. അവളെ പിരിഞ്ഞ് ഇതുവരെ ഞങ്ങൾ ഇരുന്നിട്ടില്ല. നിങ്ങളെക്കാളും ശക്തിയും കരുത്തും അവൾക്ക് കൂടുതലുള്ളതുകൊണ്ട് അവൾ ഞങ്ങൾക്കൊരു ബോഡി ഗാർഡ് തന്നെയായിരുന്നു. പക്ഷേ അവൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണല്ലോ മോളെ. അത് കേട്ടതും സാരില്ലമ്മേ, അവൾ അങ്ങനെ പോയാലും തിരിച്ചു വരുന്നത് വലിയ യൂണിഫോം ഒക്കെ ഇട്ട് SI ആയിട്ടല്ലേ?
അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അത് കേട്ടതും ടെൻഷനല്ല മോളെ, സങ്കടം, മനസ്സ് നിറയെ സങ്കടം. എൻ്റെ മോളെ ഇതുവരെ ഞാൻ പിരിഞ്ഞിട്ടില്ലല്ലോ മോളെ. അത് കൊള്ളാം. എന്നെയും നയനയൊക്കെ അമ്മ പിരിഞ്ഞിട്ടാണോ ഇരുന്നത്? എന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് പോയപ്പോൾ എങ്ങനെ ഇവിടെ ഇരുന്നു? നിങ്ങൾ പോയപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക ആശ്വാസം നന്ദൂട്ടനായിരുന്നു. അവളും കൂടെ നാളെ പോയാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവും. എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ദേ ഇങ്ങനെയൊന്നും പറയണ്ട.